ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെ അല്ലേ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായി പോകുന്നുണ്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമുക്ക് 2 കേക്ക് കൊടുക്കാനുണ്ടേ. അതിൻ്റെ വർക്ക് ഏകദേശം 3/4 ഇന്നലെ രാത്രി ഞാൻ ചെയ്ത് വെച്ചു. അപ്പോൾ ഇത് കൊണ്ടുപോകാനതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നത്തെ കാഴ്ചയിട്ടത്. ഇത് കേക്ക് കൊണ്ടുപോകാനാവുമ്പോഴേ നമ്മൾ സ്റ്റാക്കിങ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ ചെയ്യലുള്ളൂ. അല്ലെങ്കിൽ പിന്നെ സ്റ്റാക്കിങ് ചെയ്താൽ അഥവാ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ താഴ്ന്നു പോകും. അപ്പോൾ അതിന് നിൽക്കണ്ടല്ലോ, കൊണ്ടുപോകുമ്പോൾ അപ്പം തന്നെ ചെയ്താൽ. ഇനി ഇത് വണ്ടിയിൽ കൊണ്ടുപോകുമ്പോൾ ചെറിയാതാക്കാൻ വേണ്ടി കണ്ട് സ്റ്റിക്കൊക്കെ നല്ലോണം കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 കേക്ക് നമ്മളെ മക്കളെ ടീച്ചറെ പേരക്കുട്ടിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാനേ ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഈ കേക്ക് സെറ്റായി ഇനി അടുത്ത കേക്കും റെഡിയാക്കി വെക്കണം. ഒരു 10:30 ആകുമ്പോഴത്തേന് വരുമെന്നാണ് പറഞ്ഞത് ടീച്ചർ. അപ്പം ഇനി മറ്റേ കേക്ക് ഉണ്ടല്ലോ, അതും സെറ്റായിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കട്ട് ചെയ്ത് പീസാക്കിയിട്ട് കൊടുക്കാനാണ് പറഞ്ഞത്. അങ്ങനെ കത്തി വെച്ചങ്ങാണ്ടേ 2 ഭാഗം ആദ്യം അളന്ന് നോക്കി എത്ര പീസ് കിട്ടുമെന്ന് നോക്കി. അങ്ങനെ കുറച്ചധികം പീസ് തന്നെ ഓൽക്ക് വേണം. അപ്പോൾ അതൊക്കെ അങ്ങനെ നോക്കിയിട്ട് കട്ട് ചെയ്യാണ്. 10:30 കൊണ്ടുപോകാൻ വരിക, അപ്പോൾ ഇതിനാക്കിയാൽ മതിയല്ലോ. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ചെറിയൊരു ഡിസൈനും കൊടുക്കണം. അപ്പോൾ ടീച്ചർ പറഞ്ഞു മോൻ്റെ ഡ്രസ്സ് ചെറിയൊരു യെല്ലോ ആണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഡ്രോപ്പ് യെല്ലോ കളർ ചേർത്ത് കണ്ടോ. അപ്പോൾ ഇത് ഈ കളറാക്കിയത് എന്തായാലും കളറേ ഡ്രസ്സിന് നല്ലോണം മാച്ച് അയക്കണ് പറഞ്ഞു ടീച്ചർ വിളിച്ചപ്പോൾ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി വലിയ കേക്കൊക്കെ ഒന്ന് ബോക്സിലാക്കട്ടത്. കുറച്ച് അത്യാവശ്യം വലുപ്പമുള്ള കേക്കാണ്. ഇതിൽ വീഡിയോസിൽ കാണുമ്പോൾ പറ്റ ചെറുത് തന്നെ തോന്നണത്. അങ്ങനെ അതൊക്കെ ബോക്സിലാക്കി നമ്മൾ അല്ലൂസ് കിച്ചൻ്റെ സ്റ്റിക്കറൊക്കെ വെച്ച് കൊടുത്ത് അല്ലൂസ് കിച്ചനും അല്ലൂസ് കേക്കും 2 സംഭവമായിട്ടുണ്ട് കേട്ടോ. ആദ്യം അല്ലൂസ് കേക്ക് തന്നെ. അപ്പോൾ നമ്മൾ യൂട്യൂബ് തുടങ്ങിയപ്പോൾ ഇപ്പോൾ സ്റ്റിക്കർ അടിച്ചപ്പം അല്ലൂസ് കിച്ചനും കൂടി വെച്ച് കൊടുത്തു. അങ്ങനെ അതൊക്കെ സെറ്റായി. ഇനി മറ്റേ കേക്കും ബോക്സിലാക്കട്ടെ. അപ്പോൾ അത് 2 ടയർ ആണല്ലോ. അപ്പോൾ എങ്ങനെ നോക്കിയിട്ട് ആ 2 ടയറിൻ്റെ ബോക്സിൻ്റെ അടുത്ത് സ്റ്റോക്കില്ല. ഞാൻ കുറച്ചധികം പീസ് ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോക്ക് വെക്കലാണ്. അങ്ങനെ തന്നെ കുറേ സമയം പോയിട്ടോ. പിന്നെ ഇപ്പോൾ നമ്മളോടുണ്ട് കളി, ഇതിലൊന്നും നമ്മൾ വിട്ട് കൊടുക്കരുത്, തളരാതെ മുന്നോട്ട് നീങ്ങന്നെ. അപ്പം ഞാൻ എന്താട്ടി 2 ബോക്സ് എടുത്തുങ്ങാണ്ട് 1 kgൻ്റെ 2 ബോക്സ് എടുത്തുങ്ങാണ്ട് അത് ടോളായ കേക്കിൻ്റെ ബോക്സ് ആക്കിയാണ് മാറ്റിയെടുത്തു. അപ്പോൾ അതും സെറ്റായി. ഞാൻ കേക്കും അതിൽ വെച്ച് കൊടുക്കട്ടെ. അല്ലെങ്കിൽ ഇത് പൂക്കോട്ടുംപാടോ ഇടക്കരയൊക്കെ പോയി വാങ്ങണം ഈ സമയത്തേ കേക്ക് ബോക്സ്. പിന്നെ ഈ ടോളായ കേക്കൊക്കെ എപ്പോഴെങ്കിലും അല്ലേ വരിക. അപ്പം ഞാൻ ഇതധികം സ്റ്റോക്ക് വെക്കലില്ല. പിന്നെ 1 kg, ഹാഫ് kg ഒക്കെ 50 പീസ് 100 പീസൊക്കെ സ്റ്റോക്ക് വെക്കലാണ്. അതെപ്പോഴും ഉണ്ടാവും. അപ്പം അങ്ങനെ ഇതും സെറ്റാക്കി എടുത്തു. അപ്പോൾ ടീച്ചറെ പേരക്കുട്ടിന് തന്നെ ഒരു വണ്ടിൻ്റെ ഇഷ്ടമുള്ളൊരു കുട്ടിയാണ്. അപ്പം ഞാൻ എന്താ ടൈം ഒരു കാറ് വെച്ച് കൊടുത്തിക്കണ്. ഈ കാറ് ആദ്യം ഇത് ബോക്സിലാക്കുമ്പോൾ അതിന് വെച്ച് കൊടുത്തത് കണ്ട് അങ്ങനെ മൈ വണ്ടി പറഞ്ഞ് 2 ആളും പെരുന്നലോളിയേനി. ഓൾക്ക് പിന്നെ അങ്ങനത്തെ കണ്ടാൽ അതിന് കരച്ചിൽ തന്നെ ആയിക്കാരം. അത് കിട്ടോളം കരയും. അങ്ങനെ അവരിവിടെ താഴെ എത്തിക്കണ്. അപ്പം കത്തിയും സ്റ്റിക്കറൊക്കെ വെച്ച് കൊടുക്കട്ടെ. ആദ്യമൊക്കെ ഞാൻ സ്റ്റിക്കർ കട്ട് ചെയ്ത് കണ്ട് എടുത്തിന് കേട്ടോ. അതിപ്പോൾ മെഷീൻ കൊണ്ട് തന്നെ കട്ട് ചെയ്ത് വന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ചധികം പീസ് എടുക്കുകയാണെങ്കിൽ ഒരു കട്ട് ചെയ്ത് തരാറുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ചധികം പീസ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്യലേ നേരില്ലാത്തടത്ത് ഒരു റിസ്ക് ഉള്ള പരിപാടിയാണ്. ഞാൻ അതൊക്കെ സെറ്റാക്കി അതിൻ്റെ ഇടയിൽ കണ്ടോ അത് കാട്ടിക്കണ് സ്റ്റിക്കർ എടുത്തുങ്ങാണ്ട് ചുണ്ടും പൊട്ടിച്ച് വെച്ചിക്കണ്. അങ്ങനെ ഓല പിരാന്താണ് അതൊക്കെ. അപ്പോൾ കേക്ക് 2 സെറ്റായപ്പോൾ വന്നിക്കണല്ലോ. അപ്പം ഈ കേക്കൊക്കെ ഒന്ന് എടുത്ത് കൊടുക്കട്ടെ. അങ്ങനെ ഈ കാറ് വെച്ച കേക്ക് ഉണ്ടല്ലോ കൊടുക്കുമ്പോൾ ഭയങ്കര കരച്ചിലാട്ടോ. ആദ്യം നോക്കണുണ്ട് ഞാൻ കൊടുക്കണുണ്ടോ ഇല്ലേ എന്നുള്ളത്. കണ്ടോ വാങ്ങാൻ വേണ്ടി കൈയൊക്കെ പൊന്തിച്ചണുണ്ട്. അങ്ങനെ ഓല അതൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പിന്നെ പെരും കരച്ചിലേനി കേട്ടോ. കേക്ക് കൊണ്ടുപോയനല്ല, കാറ് കൊണ്ടുപോയിനി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ അടിച്ചൊരു തുടച്ചിട്ടില്ല. അതിനും വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ ചൂല് കൊണ്ടുവന്ന് വെച്ചത്. അപ്പോൾ ആ ചൂലുമ്പോൾ 2 ആളും വണ്ടി പോലെ നടക്കുകയാണ്. ഇപ്പോൾ കരച്ചിലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ പരിപാടി. അങ്ങനെ അതൊക്കെ വാങ്ങി ഞാൻ അടിച്ചോറിലൊക്കെ കഴിഞ്ഞു. ഇനി മീനുണ്ട് കുറച്ച് കിട്ടിയിട്ടുണ്ട്, ബത്തൽ മീനാണ്. അപ്പം ചോറൊക്കെ ഞാൻ വേവിച്ച് വെച്ചിനി കേട്ടോ. അപ്പം ഈ ബത്തൽ മീനൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന് ഇനി നമുക്കിത് പീര വെക്കാം. എല്ലാ നാട്ടിലും എങ്ങനെ ഇതിന് പറയാൻ എനിക്കറിയില്ല. ഞങ്ങളെ നാട്ടിൽ ഇങ്ങനെ പീര വെക്കുക എന്നാണ് പറയാം. ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് അതും എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയിൽ ക്ലീനിങ് കഴിഞ്ഞിട്ടോ ഇതിന് നിൽക്കണത്. ഇതൊക്കെ നമുക്ക് ചതവിട്ടെടുക്കണം. അപ്പം തേങ്ങയും ചീരുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും മഞ്ഞപ്പൊടി ഇട്ടുങ്ങാണ്ട് ചതച്ചങ്ങാണ്ട് അതിൽ ഇട്ട് കൊടുക്കുക. തേങ്ങ കൊണ്ടൊന്നും ഇപ്പോൾ ഒരു കറി ഉണ്ടാക്കൂല, ഭയങ്കര വിലയാണല്ലോ തേങ്ങക്കൊക്കെ. അങ്ങനെ അതൊക്കെ ചതച്ചുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണേക്ക്. ഇനി പുളിയൊക്കെ വെള്ളത്തിലിട്ടച്ച് അപ്പോൾ ആ ചതവുണ്ടല്ലോ അതതിൽ ഇട്ടുകൊടുത്ത് ഇനി പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തങ്ങാണ്ട് നല്ലോണം കൈ വെച്ചങ്ങാണ്ടൊന്ന് കുഴമ്പി കൊടുക്കുക.
ഈ ബത്തൽ മീനൊക്കെ ഉണ്ടാവും, ഒരു തള തളച്ചാൽ പെട്ടെന്ന് വേവണ മീനാണല്ലോ. അപ്പോൾ നല്ല അധികം വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. ഇനി പുളിവെള്ളമാണെങ്കിലും കുറച്ച് വെള്ളം മതി. അങ്ങനെ ആ പുളിയൊക്കെ പിഴിഞ്ഞ് ഞാൻ അരിച്ച് വെച്ചിന്. അപ്പോൾ അത് കുറച്ച് ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത്. അങ്ങനെ അതൊക്കെ മിക്സ് ചെയ്യാണ്. അപ്പോൾ മിക്സ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടി പുളിവെള്ളം കമ്മിയുണ്ട് തോന്നിയപ്പം കുറച്ചും കൂടി പുളി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുത്തു. പിന്നെ അത് തിളച്ച് വരുമ്പം തന്നെ മീനിൽ തന്നെ വെള്ളം ഇറങ്ങും. ഇനി നമുക്കിത് അടച്ച് വെച്ചങ്ങാണ്ട് അടുപ്പത്ത് വെച്ചങ്ങാണ്ട് വേവിച്ചെടുക്കാം. ഇന്ന് മക്കൾ രണ്ടാളെ അംഗൻവാടിക്ക് ഞാൻ പറഞ്ഞയച്ചിട്ടില്ല. പെരും മഴയല്ലേ, മഴ കാരണം. അപ്പോൾ രണ്ടാളും അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി നോക്കുകയാണ്. ഇവിടെ ഇല്ലെങ്കിൽ അംഗൻവാടിയിലാണെങ്കിൽ നമുക്കൊരു സമാധാനമാണ്. ഇവിടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറ്റിച്ചുണ്ടാക്കുകയും. അപ്പോൾ കണ്ടോ ഇന്ന് വെള്ളം ഇറങ്ങി വന്നിക്കണ്. ഈ വെള്ളം നമുക്ക് മൂടി തുറന്നുങ്ങാണ്ട് ഒന്ന് ഫുള്ള് ഫ്ലെയിമിലിട്ടുകൊണ്ട് ഒന്ന് വറ്റിച്ചെടുക്കുക. അങ്ങനെ മീനത്തെ വെള്ളമൊക്കെ വറ്റി വന്നു. അപ്പോൾ അതും സെറ്റായി കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി വലിയ പരിപാടിയൊന്നുമില്ല. ഇനി ഇതൊക്കെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് പച്ചക്കറി വേപ്പിൻ്റെലൊക്കെ ഇട്ടെടുത്തുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ബത്തൽ മീൻ പീര വെച്ചത് സെറ്റായി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചെറിയ വീഡിയോസ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണ്ടേ. അപ്പോൾ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.